നമസ്കാരം. 4-ാം ദിവസവും പശ്ചിമേഷ്യ കലുഷിതം. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. റിയാദിലെ അമേരിക്കൻ എംബസിയും ഖത്തറിലെ അൽ ഉദൈദ് എയർബേസും ഇറാൻ ആക്രമിച്ചു. ഇസ്രയേൽ ടെഹ്റാനിൽ പ്രസിഡന്റിന്റെ കൊട്ടാരമടക്കം തകർത്ത് കനത്ത ആക്രമണം നടത്തി. ഇറാനിൽ മരണസംഖ്യ 770 കടന്നിട്ടുണ്ട്. കുവൈത്തിലെ ഇറാന്റെ ആക്രമണത്തിൽ മരിച്ച അമേരിക്കൻ സൈനികരുടെ എണ്ണം 6 ആയി ഉയർന്നു. വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി. അയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിൽ ഇന്ത്യ മൗനം പാലിച്ചതിനെതിരെ സോണിയാഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വിശ്വാസ്യത മോദി സർക്കാർ കളഞ്ഞുകുളിച്ചുവെന്ന് സോണിയ പറഞ്ഞു. മോദി മൗനം വെടിയണമെന്നാവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി ഖമനയുടെ കൊലപാതകത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് നരേന്ദ്രമോദിയോട് ചോദിക്കുകയും ചെയ്തു. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീ എം ഷിനാസ്, അധ്യാപകൻ, ശ്രീ ഡേവിഡ് വാവച്ചൻ, നിരീക്ഷകൻ, ശ്രീ രാജു പി നായർ, കോൺഗ്രസ്, ശ്രീ പി ശ്യാംരാജ്, BJP എന്നിവർ. ആദ്യം ശ്രീ എം ഷിനാസ്, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ UAE-യുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. 4-ാം ദിവസവും വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. അൽ ഉദൈദ് എയർബേസിനെ ലക്ഷ്യം വെച്ചു 2 മിസൈലുകൾ അമേരിക്കയുടെ ഖത്തറിലെ എയർബേസിൽ പതിക്കുകയുണ്ടായി. അതുപോലെ തന്നെ റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേർക്ക് ഡ്രോൺ ആക്രമണം നടന്നു. അതുപോലെ ഇറാനിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഇസ്രയേലിലേക്കും ആക്രമണമുണ്ടായി. എസ്കലേഷൻ തുടരുകയാണ്. ഇതിലെ എവിടെയാണ്, എപ്പോഴാണ് ഒരു സമവായത്തിന്റെ പോയിന്റ് വരണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇറാന് ഇസ്രായേലും അമേരിക്കയും പ്രകോപനമില്ലാതെയാണ് ആക്രമിച്ചത്. അത് ഇറാനുമായി ചർച്ചകൾ നടക്കവെയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ 5 റൗണ്ട് ചർച്ചകൾ നടന്നു. 6ാം ഘട്ട ചർച്ചകൾ ജൂൺ 15-ന് നടക്കാനിരിക്കെയാണ് ജൂൺ 13-ന് ഇസ്രായേൽ ആക്രമിച്ചത്. ഇസ്രായേൽ ആക്രമിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അമേരിക്കയും അതിൽ പങ്കുചേർന്നു. അമേരിക്ക പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ B-2 ബോംബർ വിമാനങ്ങളും ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളും ഉപയോഗിച്ച് തകർത്തു. അന്ന് ഡൊണാൾഡ് ട്രംപ് വിജയഭേരി മുഴക്കിയത് ഇറാന്റെ ആണവ ശേഷിയെ സമ്പൂർണമായി തരിപ്പണമാക്കിയിരിക്കുന്നു, നിർവീര്യമാക്കിയിരിക്കുന്നു എന്നാണ്. ആ യുദ്ധം 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം കഴിഞ്ഞപ്പോൾ നെതന്യാഹു പ്രഖ്യാപിച്ചത് അത് ഹിസ്റ്റോറിക്കൽ വിക്ടറി ആണ് എന്നാണ്. ചരിത്രപരമായ വിജയം ആയിരുന്നു. അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞില്ല, ഇറാൻ വീണ്ടും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു. അമേരിക്കൻ വൻകരയിലേക്ക് എത്താൻ ശേഷിയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ ആക്രമണം തുടങ്ങിയത്. ഈ ആക്രമണം തുടങ്ങിയപ്പോൾ അന്ന് സമ്പൂർണമായി നിർമൂലനം ചെയ്യപ്പെട്ടു എന്നവകാശപ്പെടുന്ന അണ്വായുധങ്ങൾ മാത്രമല്ല, അമേരിക്ക ഇസ്രായേലിന് വേണ്ടി തന്നെയാണ് ഈ ലക്ഷ്യത്തിൻ്റെ ഗോൾ പോസ്റ്റുകൾ കൂടുതൽ വിസ്തൃതമാക്കി. അതിലൊന്ന് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്ററൻറ്റ് ആണവായുധങ്ങൾ ഇറാനില്ല. അതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത്. ആണവായുധങ്ങളുള്ള വടക്കൻ കൊറിയയെ ചർച്ചയ്ക്ക് വിളിച്ചു. സിംഗപ്പൂരിലും വിയറ്റ്നാമിലെ ഹാനോയിലും ചർച്ച പരാജയപ്പെട്ടു. ആക്രമണവും ഉണ്ടായില്ല, ഭീഷണിയും ഉണ്ടായില്ല. ഇറാന് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ആക്രമിക്കപ്പെടില്ലായിരുന്നു. അങ്ങനെ ആണവായുധങ്ങളിൽ നിന്ന് ഈ ചർച്ചയിൽ പോലും അവസാന 3ാം റൗണ്ട് ചർച്ച കഴിഞ്ഞപ്പോൾ ഒമാനി വിദേശകാര്യമന്ത്രി, മധ്യസ്ഥം വഹിച്ച വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഈ കരാറിൻ്റെ സമീപം എത്തിക്കഴിഞ്ഞു. ഇറാൻ അണുബോംബ് ഉണ്ടാക്കില്ല, അണുബോംബിന് വേണ്ടിയുള്ള യുറേനിയം സ്റ്റോക്ക് പൈൽ സംഭരിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ ആക്രമണം ഇസ്രായേലും അമേരിക്കയും നടത്തിയത്. അപ്പോൾ ആണവായുധമല്ല പ്രശ്നം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം, ഇറാൻ പിന്തുണച്ച് വളർത്തിക്കൊണ്ടുവന്ന സായുധ വിഭാഗങ്ങൾ, പ്രോക്സികൾ, പ്രത്യേകിച്ച് യമനിലും ലെബനനിലും സിറിയ പിന്നെ അതുപോലെ ഇറാഖിലും, പിന്നെ അത് ഷിയ സായുധ സംഘങ്ങളാണ്. ഹമാസ് ആവട്ടെ സുന്നി സായുധ വിഭാഗമാണ്. ഇവർക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണം. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ആണവായുധ പ്രശ്നത്തിൽ ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നു. അതിൻ്റെ കൂടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം കൂടി നശിപ്പിക്കണം. അതായത് ഇറാനെ സമ്പൂർണമായി നിരായുധീകരിക്കണം, ഫലത്തിൽ ഇറാനെ വന്ധ്യംകരിക്കണം എന്ന ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഇസ്രായേലിന് ആ മേഖലയിൽ ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ പോകുന്ന ഏക രാജ്യം ഇറാനാണ്. ഇറാനാവട്ടെ അണ്വായുധ സാങ്കേതിക വിദ്യ അവർക്കുണ്ട്. ഏത് നിമിഷവും അവർക്ക് അണ്വായുധങ്ങൾ ഉണ്ടാക്കാൻ
അത്ര സമയമൊന്നും വേണ്ടതാനും. എന്നിട്ട് പോലും അവർ അണ്വായുധങ്ങൾ ഉണ്ടാക്കിയില്ല എന്നതാണ് ഇറാൻ ഭരണകൂടത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമോശം. ഈ നോർത്ത് കൊറിയ 1950-53 അതിഭീകരമായ യുദ്ധം നേരിട്ട രാജ്യമാണ്. അതിനുശേഷം അവർ വളരെ ആസൂത്രണത്തോടെ ആണവായുധ ശേഷി ആർജിച്ചു. അത് വഹിച്ചു കൊണ്ടുപോകാനുള്ള ബാലിസ്റ്റിക് മിസൈലുകളും അവർക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് അവരുമായി ചർച്ചയുണ്ട്, ഭീഷണിയില്ല, ആക്രമണമില്ല. ഇറാന് 1.5 പതിറ്റാണ്ട് മുമ്പെങ്കിലും ആരോടും കാര്യമായി സംസാരിക്കാതെ അണവായുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. 2013 മുതൽ ബരാക് ഒബാമയും അതുപോലെ തന്നെ P5+1, അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള 5 രാഷ്ട്രങ്ങളും ജർമ്മനിയും ചേർന്ന് നിരന്തര ചർച്ചകൾ നടത്തി 2015 ലോകമാകെ സ്വാഗതം ചെയ്ത ഒരു കരാറുണ്ടായതാണ്. അന്ന് ഇറാൻ പറഞ്ഞത് തങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല, അതിന് പകരം 3.67% ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തും, അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, മറിച്ച് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ 90% വേണം. ആ കരാറിനെതിരായിരുന്നു ട്രംപ് 2016 അധികാരത്തിലേറി 2018 ആ കരാറ് വലിച്ചു കയറി കൊട്ടയിലെറിഞ്ഞു. അതിനുശേഷമാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഇറാൻ അടുപ്പിക്കാതിരുന്നത്, ആണവ സമ്പുഷ്ടീകരണം തുടങ്ങിയത്. ഇപ്പോൾ പോലും വീണ്ടും ചർച്ചകൾ, അതായത് കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ചർച്ചാ നാടകം നടത്തി ലോകത്തോട് ചർച്ച നടത്തുന്നുണ്ട് എന്ന് വിശ്വസിപ്പിക്കുക, ഇറാനെയും ആ രീതിയിലുള്ള ഒരു വിശ്വാസ പ്രതീതി സൃഷ്ടിക്കുക. ചർച്ച വിജയിച്ചേക്കാം. ആ ചർച്ചയുടെ ഒടുവിൽ ആകുമ്പോഴത്തേക്ക് മുൻകൂട്ടി ഉറപ്പിച്ച ആക്രമണം നടത്തുക, ഇതാണിപ്പോൾ 2 പ്രാവശ്യവും നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതികരണം നോക്കൂ. ഇന്ത്യയുടെ പ്രതികരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതികരണം ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമായിരുന്നു. അപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയിയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും പട്ടാപ്പകൽ വധിക്കപ്പെട്ടപ്പോൾ അതിനെ സ്പഷ്ടമായോ വ്യക്തമായോ ഇന്ത്യ അപലപിച്ചില്ല. 2, അതേപോലെ തന്നെ ഇന്ത്യ പറഞ്ഞത് എല്ലാ കക്ഷികളും ഡയലോഗിലൂടെയും ഡിപ്ലോമസിയിലൂടെയും കാര്യങ്ങൾ പരിഹരിക്കണം. എല്ലാ രാഷ്ട്രങ്ങളുടെയും പരമാധികാരവും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും എല്ലാവരും ബഹുമാനിക്കണം എന്ന് വെച്ചാൽ ഇറാന്റെ മാത്രമല്ല. അപ്പോൾ UAE വിളിച്ചു, പ്രധാനമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത് നല്ല കാര്യം. UAE-യുടെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ മാത്രമല്ല, അവിടെ ചില മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലും ഒക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇറാനെ നേരിട്ട് വിളിച്ച് ഒരു ഐക്യദാർഢ്യമോ ഖമനേയി വധിക്കപ്പെട്ടതിൽ അപലപിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇത് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ യാതൊരു ധാർമ്മിക അവകാശവുമില്ല. പവൻ ഖേര പറഞ്ഞത് ഇത് ഇന്നത്തെ മോഡി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണെന്നാണ്. അതേപോലെ ജയറാം രമേശ് പറഞ്ഞത് ഇതൊരു ധാർമ്മിക ഭീരുത്വമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. ഇറാനെ സംബന്ധിച്ച് ഇറാൻകാരോട് ചോദിച്ചാൽ ആദ്യമായുള്ള ഏറ്റവും വലിയ വഞ്ചന കാണിച്ചത് UPA സർക്കാരാണ്. 2005 സെപ്റ്റംബർ മാസത്തിൽ. ആ സെപ്റ്റംബർ മാസത്തിലാണ് EU3 ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഒരു പ്രമേയം കൊണ്ടുവന്നത്. ആ പ്രമേയം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആണവ നിർവ്യാപന കരാറിൽ ഷായുടെ കാലത്ത് തന്നെ 1979 മുമ്പ് തന്നെ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ. 1979 ഭരണമാറ്റം നടന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക് വന്നെങ്കിലും ആ കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയിട്ടില്ല. ഇറാൻ ഇപ്പോഴും ആ NPT-യിൽ അംഗമാണ്. ആ NPT കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ മതിയാവണ്ണം പാലിക്കുന്നില്ല എന്നായിരുന്നു ആ പ്രമേയം. ആ പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്യുകയായിരുന്നു. അതിനെ എതിർത്ത് വോട്ട് ചെയ്ത ഒരു രാജ്യം വെനസ്വേലയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിലപാടുകൾ ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ കാലത്തുള്ളത് മാത്രമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി. ശരി, മനസ്സിലായ ആ പോയിന്റ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, ഇത് വളരെ സങ്കീർണമായ ഒരു ലോക സാഹചര്യമാണ്. ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുന്നു, മറിച്ച് ഇറാൻ
GCC രാജ്യങ്ങളെ മൊത്തമായി ആക്രമിക്കുന്നു. GCC രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രമൊന്നുമല്ല, ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, മലയാളികൾ വിശേഷിച്ചും ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കുന്നു, വിമാനത്താവളങ്ങൾ ആക്രമിക്കുന്നു, ജനവാസ കേന്ദ്രങ്ങൾ, വലിയ ഹോട്ടലുകൾ ആക്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ നിഷ്പക്ഷത പാലിക്കുന്നു അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസ് രാഷ്ട്രീയമായി ഉയർത്തുന്നതിന്റെ സ്കോപ്പ് എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ ഒരു പരമ്പരാഗത സഖ്യകക്ഷിയാണ്, മറ്റ് രാഷ്ട്രങ്ങളും ആ തരത്തിൽ തന്നെ സഖ്യകക്ഷികളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വിഷയത്തിൽ എന്ത് നിലപാടെടുക്കാൻ കഴിയും ഇതല്ലാതെ? അല്ല, ഇതിനകത്ത് ഇന്ത്യക്ക് ഒരു വലിയ താല്പര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ മധ്യേഷ്യയിലും അല്ലെങ്കിൽ നമ്മുടെ GCC കൺട്രീസിലുള്ള നമ്മുടെ കോടിക്ക് മേൽ വരുന്ന നമ്മുടെ പൗരന്മാരുള്ള പ്രദേശമാണ്. ആ പൗരന്മാർ മുഴുവൻ ഇതിനകത്ത് വലിയ ഒരു ജീവൻ അപായപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇരിക്കുന്നു. മാത്രമല്ല, ഇറാനുമായിട്ട് ഏറ്റവും വലിയ ഒരു ബിസിനസ് ബന്ധമുള്ള രാജ്യം കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പെട്രോളിയം ആണെങ്കിലും ഗ്യാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആശ്രയിക്കുന്നതാണ്. അതുകൂടാതെ ഇന്ന് GCCയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മധ്യേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത് കേരളം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും വലിയ രീതിയിൽ സാമ്പത്തികമായി പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് അവിടെയാണെങ്കിലും ഇതിൻ്റെ കെടുതി അനുഭവിക്കുന്ന ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യയാണുള്ളത്. ഒന്ന്, അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യമാണ്. രണ്ട്, നമ്മൾക്ക് ഇറാനുമായിട്ടുള്ള ഒരു പൂർവ്വകാല ബന്ധമുണ്ട്. ആ ബന്ധം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയുണ്ട്. നമ്മൾ അവിടെ പണം മുടക്കി നമ്മൾ ഇറാനെ സഹായിക്കുകയും ഇറാനുമായിട്ട് നമ്മൾ ഒട്ടേറെ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചു വരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു ബന്ധവും നമുക്ക് ഇറാനായിട്ടുള്ളതും അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഈ സാഹചര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ പുതിയ ലോകത്ത് ഇസ്രായേലിനെ ആക്രമിക്കണം എന്നുള്ള ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ താല്പര്യം ഇസ്രായേലിനെയും അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് എടുക്കാമായിരുന്നു. അതാണ് ഇന്ത്യ ചെയ്യേണ്ടത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ഒരു മൗനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ടെൻഷൻസിലെല്ലാം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് UAE-ക്കെതിരെയുള്ള ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അപലപിച്ചു, UAE ഭരണാധികാരിയെ വിളിച്ചു. പക്ഷേ ഇറാന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ സുപ്രീം ലീഡറെ ആയത്തുള്ള അലി ഖാമനിയെ വധിച്ച കാര്യത്തിൽ ഇന്ത്യ നിശബ്ദത പാലിച്ചു. അപ്പോൾ UAE ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെ അപലപിച്ച പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇറാൻ പ്രധാനമന്ത്രി, ഇറാന്റെ പരമോന്നത നേതാവ് തന്നെയും ആക്രമിക്കപ്പെടുന്ന വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അതിലേക്ക് തന്നെ എത്തുന്നത്. കാരണം എന്താ, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ആക്രമിക്കുകയും ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്ത് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു രാജ്യവും തുനിയരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത നിലപാട്. ഒരു രാജ്യത്തും ചെയ്യാൻ പാടില്ല. ആ രാജ്യത്തിനകത്ത് ഖമൈനിക്കെതിരെ അവിടെ ആഭ്യന്തരമായിട്ടുള്ള സ്വാരസ്യങ്ങളുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് അത് പരിഹരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഇപ്പോൾ എന്താ ഇസ്രായേൽ എന്താ പറഞ്ഞത്, മുൻകൂട്ടി ഞങ്ങൾക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ നിലനിൽപ്പിന് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിച്ചത്. അതേസമയം ട്രംപ് എന്താ പറഞ്ഞത്, ഇറാൻ രാജ്യത്ത് ജനങ്ങൾക്ക് ഒരേ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, അതുകൊണ്ട് ആ സർക്കാരിനെ അട്ടിമറിക്കാൻ, ആ നേതൃത്വത്തെ അട്ടിമറിക്കാൻ നിങ്ങൾ നിൽക്കണം. അപ്പോൾ താല്പര്യം വളരെ വ്യക്തമല്ലേ? ഇതിനകത്ത് ഇവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഈ ആയുധങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഇതിനെ സംബന്ധിച്ചോ യാതൊരു വ്യക്തതയും ഇവർക്കില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും, US-ഉം ഇസ്രായേലുമാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരും വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറാനെ ആക്രമിക്കുകയാണ്. ഇറാനെ ആക്രമിച്ച് അവിടുത്തെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, ആദ്യത്തെ സ്ട്രൈക്കിലാണ്. എന്ന് വെച്ചാൽ സമാധാന സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒമാൻ ഉൾപ്പെടെ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമാധാന സംഭാഷണത്തിന്റെ സമയത്ത് ആദ്യത്തെ സ്ട്രൈക്ക് ആ രാജ്യത്തിൽ തലവനെ കൊന്നുകൊണ്ടാണ്. അത് ഏറ്റവും വലിയ അനീതിയല്ലേ? ഒരു യുദ്ധത്തിന്റെ നീതിക്ക് പോലും നിരക്കുന്നതല്ല. പ്രശ്നം എന്താ? പ്രശ്നം ഈ രാജ്യം ഇവിടെ നിൽക്കുന്നു, ഇന്ത്യ അവിടെ നിൽക്കുന്നു. ഞാനൊരു കാര്യം വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നു, ഇസ്രായേൽ അത്തരത്തിലുള്ള വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ 48 മണിക്കൂർ മുമ്പ് ഇന്ത്യയെ പോലൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി ഇസ്രായേൽ സന്ദർശനത്തിന് അനുവദിക്കുമെന്ന് നമ്മുടെ സാമാന്യ യുക്തിക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ 48 മണിക്കൂർ മുമ്പ് അവരുടെ ആക്രമണത്തിന് തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി അവിടെ വിളിക്കുമോ? ഇല്ല, ഒരു രാജ്യവും ചെയ്യില്ല. അപ്പോൾ അവിടെ ഇന്ത്യ നിശബ്ദമായി എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഇന്ത്യ ഇതിനകത്ത് നിശബ്ദ പങ്കാളിയായി മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ്.
അതിനുള്ള മറ്റു പല വാദങ്ങളും പുറകിൽ നടക്കുന്നുണ്ട്. അതിന് ഇന്ത്യയുടെ ഔദ്യോഗികമായ റെസ്പോൺസ് ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലാണ്. അതാണ് പറഞ്ഞത്, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ ആക്രമണം നടത്തി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വധിച്ചതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. മറിച്ച് നമ്മൾ UAE-യിലേക്ക് നടത്തുന്ന ആക്രമണത്തെ നമ്മൾ അപലപിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച നിലനിൽപ്പാണ്. 4 പാടും നിന്ന് അമേരിക്കയുടെ താവളങ്ങളിൽ നിന്ന് ഇറാനെ നശിപ്പിക്കാൻ അടിക്കുന്നതിന് മുമ്പ് അവരെ നിരായുധരാക്കുക എന്നുള്ള ഇറാന്റെ താല്പര്യം അതിനകത്തുണ്ട്. പക്ഷെ അതും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇന്ത്യയുടെ റെസ്പോൺസ് സെലക്റ്റീവ് ആകുന്നു. അതിനകത്ത് അധിനിവേശം നടത്തുന്ന രാഷ്ട്രത്തെ അപലപിച്ചുകൊണ്ടല്ല, മറിച്ച് അധിനിവേശത്തിന് വിധേയമാകുന്ന രാജ്യത്തെ അപലപിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ആ നയം തീർച്ചയായിട്ടും ഇന്ത്യയുടെ പാരമ്പര്യത്തിനും ഇന്ത്യയുടെ ഒരു ഇത്രയും നാളത്തെ ചരിത്രത്തിനും വിരുദ്ധമാണ്. ശരി, ശ്രീ പി ശ്യാംരാജ്, ഇന്ത്യയും ഇറാനും തമ്മിൽ ചരിത്രപരമായ ബന്ധമുണ്ട്. സാംസ്കാരികമായും നമുക്ക് ബന്ധമുള്ള ഒരു നാഗരികതയാണ്. നമ്മുടെ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും പുരാതനമായ 2 നാഗരികതകളാണ് ഇൻഡസ് വാലി സിവിലൈസേഷനും പേർഷ്യൻ സിവിലൈസേഷനും. ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ്. ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അമേരിക്ക പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചു. ഇന്ത്യ ഇറാനിലെ ചബ്ഹാറിൽ ഒരു തുറമുഖ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും അമേരിക്ക പറഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ അതും മെല്ലെയാക്കി. ഈ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറാൻ ആക്രമിക്കപ്പെടുന്നതെന്ന് മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ്, ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയി വധിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അതിനെ വാക്കുകൊണ്ട് അപലപിക്കുക പോലും വേണ്ട എന്ന് ഇന്ത്യ പോലെ ചേരിചേരാ നയം അതിന്റെ അടിസ്ഥാന വിദേശ നയമായി സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രത്തിന് നിലപാടെടുക്കാൻ കഴിയുമോ? ഈ ചേരിചേരാ നയം അഭിലാഷ് ഇപ്പോൾ പറഞ്ഞു തന്നെ. എന്താ അഭിലാഷ് ചേരിചേരാ നയം? ഏതെങ്കിലും ഒരു ചേരിയിലോട്ട് ചേരുന്നതിനാണോ ചേരിചേരാ നയം എന്ന് പറയുന്നത്? അല്ലല്ലോ. ഏതെങ്കിലും ഒരു ചേരിലേക്ക് ചേരുന്നതിനല്ലല്ലോ. ഇരു ചേരിക്കും പക്ഷം പിടിക്കാതെ സത്യത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതല്ലേ? അതല്ലേ നിലയിൽ ഇന്ത്യ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താണ് നോക്കൂ. ഇവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കണം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യം ഇറാനുമായി യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കണം. ഈ തിയറി ആരാ അഭിലാഷ കൊണ്ടുവരുന്നത്? ഈ തിയറി കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൊണ്ടുവരുന്നതിന് ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്, നമ്മുടെ നടപടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നമ്മൾ ഇറാനുമായിട്ടും പരമ്പരാഗതമായിട്ട് ചരിത്രപരമായിട്ട് നമ്മൾ വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യമാണ്, ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് നമ്മൾ ചരിത്രപരമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇവിടെ കാർഗിൽ യുദ്ധത്തിനുൾപ്പെടെ ഇസ്രായേലിന്റെ പിന്തുണയോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 1948 മുതൽ അല്ലെങ്കിൽ 1948 തന്നെ എതിർത്ത രാജ്യമാണ്. 1990-കൾ വരെ ഇസ്രായേലുമായി ഇന്ത്യക്ക് പരിപൂർണ്ണ നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല. 90-കൾക്ക് ശേഷമാണ് ഇന്ത്യ ഇസ്രായേൽ തമ്മിൽ നയതന്ത്ര ബന്ധം പൂർണ്ണമായ നിലയിൽ ആരംഭിച്ചതുപോലും. അതിനു മുമ്പ് ഒരു കോൺസുലേറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതും ഈ വിസ പ്രോസസ്സിംഗ് പോലെയുള്ള ആവശ്യത്തിന്. നയതന്ത്ര ബന്ധം 90-കൾക്ക് ശേഷം മാത്രം ഉണ്ടായിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. നേരത്തെ ഇവിടെ പറഞ്ഞ ചേരിചേരാ നയം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് ശീതയുദ്ധ സമയത്തെ 2 ചേരിയിലും ചേരില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ, സോവർണിറ്റിയെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ നേതാവിനെ കൊല്ലുമ്പോൾ ഒരു നിഷ്പക്ഷ രാജ്യത്തെ അപലപിക്കാനുള്ള ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് വിഷയം. അല്ലാതെ ഇറാന്റെ കൂടെ ചേരണമെന്നല്ല. ശരി, കഴിഞ്ഞല്ലോ, ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി ഇടപെടരുതേ അഭിലാഷേ. ഇതെനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്, അവരോടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇത് ഡിപ്ലോമസിയാണ്, നയതന്ത്രജ്ഞതയാണ്. പണ്ട് കാലത്ത് 90-കൾക്ക് മുമ്പ് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം നമുക്ക് ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഇനി തുടക്കാൻ പാടില്ല എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുമാണ് നമ്മൾ നിലപാടെടുക്കാന്നേ. അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക ഒരു റീസൺ വെച്ചിട്ട് നമുക്ക് നിലപാടെടുക്കാൻ വേണ്ടി പറ്റുമോ? നിലവിലെ അവസ്ഥയിൽ ഇരു രാജ്യങ്ങളുമായി നമുക്ക് നല്ല സൗഹൃദം തന്നെയാണുള്ളത്. ഇസ്രായേൽ നമ്മളെ സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്തല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റില്ലല്ലോ. നിരവധി യുദ്ധങ്ങളിലടക്കം ഇസ്രായേൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ പിന്തുണ തന്നിട്ടുണ്ടല്ലോ. മറുവശത്ത് ഇറാനുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇരു രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെ പോകും. അവിടെ ആ മേഖലയിലെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ പോകും. അതിനെന്താണ് തെറ്റിയിരിക്കുന്നത്? നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ഇന്നത്തെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഈ അന്നം തരുന്ന രാജ്യങ്ങളോടെ പോയി ഇന്നിപ്പോ സോണിയാഗാന്ധിയുടെ ഇന്നലെ വന്നിട്ടുള്ള മറ്റേ ആ കത്തില്, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള കത്തില് അവർ പറയുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് UAE പ്രസിഡന്റിനെ വിളിക്കുകയും ഈ ഇറാന്റെ അധികാരികളെ വിളിക്കാതെ ഇരിക്കുകയും ചെയ്തതെന്നാണ്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്.
നമ്മുടെ താല്പര്യം എവിടെയാണ് അഭിലാഷേ? ഗൾഫ് രാജ്യങ്ങളിലെ ഗൾഫ് കൺട്രികൾ സത്യത്തിൽ നമ്മൾ ആരെയാണ് വിളിക്കേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയാണ് വിളിക്കേണ്ടത്? ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ജനതയും എവിടെയാണ് കൺസേൺ ആവേണ്ടത്? നമ്മൾ കൺസേൺ ആവേണ്ടത് കൂടുതലായിട്ട് ഗൾഫ് കൺട്രീസിനെ വെച്ചാണ്. കാരണം 1 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനത അവിടെയുണ്ട്. ഏകദേശം 22-23 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ആ പ്രദേശത്തുണ്ട്. അങ്ങോട്ട് ഇറാൻ ആക്രമിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസിന്റെ നിലപാടെന്താ കാര്യത്തിൽ? സോണിയാഗാന്ധിയുടെ നിലപാടെന്താ? സോണിയാഗാന്ധി പറയുന്നത് എന്തുകൊണ്ട് UAE പ്രസിഡന്റിനെ വിളിച്ചു എന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. എന്താ വിളിക്കണ്ടേ? അല്ല, UAE പ്രസിഡന്റിനെ വിളിച്ചതുപോലെ ഇറാൻ ഭരണാധികാരികളെയും വിളിക്കട്ടെ എന്നുള്ളതാണ്. അല്ല, അതാ പറയട്ടെന്ന്. അല്ല, അങ്ങനെ എന്തിനാ പറയുന്നത്? ഇവിടെ നമ്മുടെ താല്പര്യം എവിടെയാണ്? അതാണ് ചോദിക്കുന്നത്. നമ്മുടെ താല്പര്യം എവിടെയാണ്? നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത ആക്രമിക്കപ്പെടാതെ ഇന്ത്യൻ ജനത മുമ്പോട്ട് പോകാന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടി നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ തലവന്മാരെ നേരിട്ട് വിളിച്ചിട്ടില്ലേ? ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ തലവന്മാരെ നേരിട്ട് വിളിച്ചു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? UAE 35 ലക്ഷത്തോളമാണ് ഇന്ത്യക്കാർ. എന്ന് വെച്ചാൽ അവിടുത്തെ മുഴുവൻ ജനസംഖ്യയുടെ 35%. സൗദിയിൽ 25 ലക്ഷമാണ് ഇന്ത്യക്കാർ, അവിടുത്തെ മുഴുവൻ ജനസംഖ്യയുടെ 7%. കുവൈത്തിൽ 10 ലക്ഷമാണ് ഇന്ത്യക്കാർ, അവിടുത്തെ മുഴുവൻ ജനസംഖ്യയുടെ 23%. എന്നിട്ടും ഇതേ UAE തന്നെയാണ് ഈ പറയുന്ന ഇറാൻ വന്നിട്ട് ബോംബിട്ടിട്ടുള്ളത്. ഇതാ നോക്ക്, ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയിൽ UAE അവിടെ വന്നിട്ട് ഇറാൻ ബോംബിട്ടിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുമ്പോൾ സൂചിപ്പിച്ചാൽ അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ, ഹോട്ടലുകളിൽ, ബുർജ് ഖലീഫയ്ക്ക് സമീപം വരെ ആര് ബോംബിട്ടിട്ടുണ്ട്? ഈ ഇറാൻ ബോംബിട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയാണ് വിളിക്കേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയും ഇന്ത്യൻ സർക്കാരും ആരെ കുറിച്ചാണ് കൺസേൺ ആവേണ്ടത്? കൺസേൺ ആവേണ്ടത് ആ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ കുറിച്ചിട്ടാണെന്നേ. അത് ചെയ്തിട്ടുണ്ടല്ലോ. ആ 1 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ താല്പര്യത്തെയാണ് നമുക്ക് നോക്കേണ്ടത്. മറ്റെല്ലാം പിന്നീട് വരുന്നതാണെന്നേ. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളുടെ ചോദ്യം കേട്ടാൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഇന്ത്യ ആണ് ഇറാനെ ആക്രമിച്ചതെന്ന്. ഇന്ത്യ അല്ല ഇറാനെ ആക്രമിച്ചിട്ടുള്ളത്. ഈ അമേരിക്ക ഇസ്രായേൽ സഖ്യകക്ഷിയാണ് ഇറാനെ ആക്രമിച്ചിട്ടുള്ളത്. അത് യുദ്ധം നടക്കും. ഇപ്പൊ ഇറാൻ ഉക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു? ആ സമയത്ത് ഇരു രാജ്യങ്ങളെ പരമ്പരാഗതമായ ഒരു ഫോറിൻ പോളിസി ഉണ്ടല്ലോ. ലോകത്തെ വിവിധ കോൺഫ്ലിക്റ്റുകളിൽ ഇന്ത്യ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് അനുകൂലമായിട്ടാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ശ്യാംരാജ് കേൾക്കൂ. PM Modi must speak up. Does he support the assassination of head of a state as a way to define the world order? Silence now diminishes India's standing in the world. ഈ മൗനം ഇന്ത്യയുടെ ലോകത്തെ പൊസിഷൻ, ലോകത്തെ സ്ഥാനം അത് ദുർബലമാക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ലോകത്ത് നടക്കുന്ന വിവിധ കോൺഫ്ലിക്റ്റുകളിൽ ഇന്ത്യക്ക് എല്ലാ കാലത്തും നിലപാടുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ട് അഭിലാഷേ? കോൺഗ്രസ്സുകാർ പറയുന്നതിന് ന്യായമുണ്ട്. എന്നിട്ട് ഇതേ കോൺഗ്രസ് സർക്കാരിന് 3 തവണയല്ലേ അന്താരാഷ്ട്ര ഏജൻസി, ആണവോർജ ഏജൻസിയിൽ ഈ പറയുന്ന ഇറാനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത്? 1 അല്ല 3 തവണ. അന്ന് ഇവരുടെ മര്യാദയൊക്കെ അവിടെ പോയി. ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരെ നോക്കിയിട്ടാണ്, അവരുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ്? പിന്നെ ഈ പരമാധികാരം, ഈ ഖമേനി എത്ര തവണ ഇന്ത്യയുടെ പരമാധികാരത്തിൽ കയറി സംസാരിച്ചിട്ടുണ്ട്? പരമാധികാരത്തെ കുറിച്ചിട്ടുമ്പോൾ അത് പറയണ്ടേ? 4 തവണ, 1 അല്ല 4 തവണ കാശ്മീരിലെ വിഷയത്തെ കുറിച്ചിട്ട്, ഡൽഹിയിലെ വിഷയങ്ങളെ കുറിച്ചിട്ട്, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിനെ കുറിച്ചിട്ട് ഒക്കെ ഇന്ത്യയുടെ പരമാധികാരത്തെ കുറിച്ചിട്ട് പലതവണ പറഞ്ഞിട്ടുള്ള കടന്നുകയറ്റം നടത്തിയുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് ഇത്. അപ്പോൾ പറയട്ടെന്ന്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യ പറയണം എന്നിവർ വാദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. പരമ്പരാഗതമായിട്ട് ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇരു രാഷ്ട്രങ്ങൾക്കും ഒപ്പം തന്നെയാണ്. അതിനകത്തെ നെഗറ്റീവും പോസിറ്റീവും അല്ല വരും വരായികൾ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞില്ല. അതിനകത്തെ എവിടെയാണ് കൂടുതൽ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമത്വമാണ്. അവിടെയാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗത്ത് ചേർന്നിട്ട് ചേരിചേരാ നയം ഇതാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെയല്ലോ. ചേരി ചേരാൻ നയം ഒരു ചേരിയിലും ചേരരുത്. ഇതാണ് ചേരി എന്ന് ആരാ ചേരി? ഭാഗത്തെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും മറുഭാഗത്തെ വിളിക്കാതിരിക്കുകയും ചെയ്യണോ? ഏത് ഭാഗത്തെ വിളിച്ചു? ഏത് ഭാഗത്തെ ആശ്വസിപ്പിച്ചു? ആശ്വസിപ്പിച്ചത് GCC കൺട്രിയിലെ തലവന്മാരെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. 1 കോടി വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. 20 ലക്ഷത്തിലധികം വരുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടാണെന്ന്. അവിടെ നമ്മുടെ രാജ്യ താല്പര്യമാണ് കൺസേൺ എന്ന്. അത് കൃത്യമായിട്ട് ചെയ്തില്ല. അതിന് കോൺഗ്രസിന്റെ നിലപാടെന്താ? പരാതി പറയാണ്. കോൺഗ്രസ് പരാതി വിളിച്ചെന്ന് ചോദിച്ചിട്ട് ശരി കൺക്ലൂഡ് ചെയ്യൂ. ശരി ശ്രീ ഇതല്ല കോൺഗ്രസ് പരാതി. അതായത് കോൺഗ്രസിന് ഈ ഇന്ത്യൻ ജനതയെ കുറിച്ചോട് സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിച്ചതിനെ കുറിച്ച് സംസാരിച്ചതിന് താല്പര്യമില്ല. അവർ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും ഇറാന് വേണ്ടി സംസാരിക്കുന്നതാണ്. കോൺഗ്രസ് ഇറാന് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? കോൺഗ്രസ് വിശദീകരിക്കാനും മുമ്പ് ഡേവിസ് വാവച്ചൻ, ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു പുരോഗതി നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം? ഇസ്രയേൽ പറയുന്ന കാര്യം
ഇസ്രായേൽ ഇന്ന് പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ചു. ഇറാനിൽ ടെഹ്റാനിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ചു. അമേരിക്ക പറയുന്നത് വലുത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് 6 സൈനികരെ കുവൈത്തിൽ വെച്ച് നഷ്ടമായിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഇനിയും എസ്കലേറ്റ് ചെയ്യുകയാണ് എന്ന് വേണമോ വിചാരിക്കാൻ? നമസ്കാരം. നമ്മളിപ്പോ ഈ യുദ്ധം ഫെബ്രുവരി 28 ആദ്യമായിട്ട് ഈ കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഡിപ്ലോമാറ്റിക് ഡ്യൂപ്ലിസിറ്റിയുടെ ഭാഗമായി തുടങ്ങിയ ഒരു യുദ്ധമാണ്. ഫെബ്രുവരി 27 നമ്മൾ കണ്ടതാണ്. ചർച്ചകൾ ഒരു കരക്കെത്തിച്ചതിന് ശേഷം ഇസ്രായേലാണ് ആദ്യമായിട്ട് ഇറാനെ ആക്രമിക്കുന്നത്. അതിന്റെ കൂടെ ചേരുക എന്നല്ലാതെ വേറെ യുഎസിന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പൊ നിലവിൽ കാണുന്നത് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഇപ്പോ അടുത്തൊരു ഇന്റർവ്യൂവിൽ കൊടുത്തത്, ഞങ്ങൾ ഡിസൈസീവായി ഷോർട്ടായി ക്വിക്കായി അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു യുദ്ധം എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ 4 ആഴ്ച വരെ എടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അവർ തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഓരോരോ കമന്റുകൾ ഇപ്പോ ഇന്റർനാഷണൽ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഇപ്പോ ഇറാൻ GCC രാജ്യങ്ങളിലെ US എയർബേസുകളും US മിലിറ്ററി ഇൻസ്റ്റാളേഷൻസും ആക്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് സങ്കീർണതയിലേക്ക് കടക്കുക എന്നല്ലാതെ ഇതൊരു തിരിച്ചുപോക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാക്കുക എന്നതാണ് ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ചെയ്യാവുന്ന ഒരു കാര്യം. ഇപ്പൊ നിലവിൽ ചൈന അല്ലെങ്കിൽ റഷ്യ ഇതിൽ എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുവരികയാണ്. അവർ തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം പോലും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിന്റെ അടുത്ത സ്റ്റേജിൽ, ഒരു എസ്കലേഷൻ സ്റ്റേജിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടക്കുകയാണ്. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ എണ്ണ ഉൽപാദനം അല്ലെങ്കിൽ ലോകത്തിന് എണ്ണ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന് മാത്രമാണ്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, GCC രാജ്യങ്ങളിലേക്ക് കടക്കുന്ന ഫുഡ് സപ്ലൈ വരുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. 90% GCC രാജ്യങ്ങളിലേക്ക് ഫുഡ് വരുന്നുണ്ട്. അത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. അപ്പോ ഇതൊരു റീജിയണൽ ഇഷ്യൂ മാത്രമല്ല, ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയി ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിപ്ലോമസി വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയി കടക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ശ്രീ രാജു പി നായർ, ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും അതനുസരിച്ച് മാറും. നെഹ്റുവിൻ്റെ കാലത്തെ ലോകമല്ല ഇപ്പോൾ, ഇന്ദിരയുടെ കാലത്തെ ലോകമല്ല ഇപ്പോൾ, നരസിംഹറാവുവിൻ്റെ കാലത്തെ ലോകമല്ല ഇപ്പോൾ. ലോകക്രമം മാറിയിട്ടുണ്ട്, ബന്ധങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ സൊല്യൂഷൻസ് ഇപ്പോൾ ആപ്ലിക്കബിൾ ആകില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. ഇസ്രയേലിനോട് മുമ്പ് കർശനമായ നിലപാട് ഇന്ത്യയുടെ മുൻ ഭരണാധികാരികൾക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയില്ല. ഇസ്രയേൽ ഇന്ത്യയുടെ ഒരു സഖ്യകക്ഷിയാണ് എന്ന് മാത്രമല്ല, അവിടെ നിന്നാണ് വലിയ തോതിലുള്ള ആയുധ ഇറക്കുമതി നടക്കുന്നതും. അതേസമയം തന്നെ ഇന്ത്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന രാജ്യങ്ങളാണിവ. ഇതിനെയൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള നിലയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ലോകക്രമത്തിൽ ഇന്ത്യയുടെ വോയിസ് എന്ത് എന്നുള്ളതിനപ്പുറത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വേയിൽ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതിനല്ലേ പ്രാമുഖ്യം കൊടുക്കുക? അഭിലാഷേ, ഏതൊക്കെ ലോകക്രമം മാറിയാലും ഏതൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ശരി, നമ്മുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ BJPയുടെ വക്താവ് ഈ ചേരിചേരാ നയമൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ, കോൾഡ് വാർ നടക്കുമ്പോൾ അവരിൽ ഒരു കക്ഷിയുടെ ഭാഗം നമ്മൾ ചേരില്ല, ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ ചേരില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മൾക്ക് സ്വതന്ത്രമായി ആ വിഷയത്തിൽ അഭിപ്രായം പറയാനും അതിനകത്ത് നിലപാടെടുക്കാനുള്ള നമ്മുടെ അവകാശമുണ്ട്. നമ്മൾ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതും അതിനകത്തൊക്കെ നമ്മൾ പരിഹരിക്കാനായിട്ട് നമ്മൾ മുൻകൈ എടുത്തിട്ടുള്ളത്. അതല്ലാതെ ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അത് ആക്രമിച്ചോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന ഭീരുത്വമല്ല ചേരിചേരാ നയം. ശ്യാംരാജ് അത് മനസ്സിലാക്കുക ആദ്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ദീർഘവീക്ഷണവും BJPക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയല്ലേ അദ്ദേഹം പറയുന്നത്? UAE-യിലുള്ള ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. നമുക്ക് UAE-യിലുള്ള ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നാൽ നമ്മുടെ ആശങ്ക എന്താ? നമ്മുടെ ആശങ്ക UAE-യിലുള്ള നമ്മളുടെ പാവപ്പെട്ട മനുഷ്യരാണ്, ആ മധ്യേഷ്യയിലുള്ള നമ്മളുടെ പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യ എന്താ ചെയ്യേണ്ടത്? ഈ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ നോക്കുക, അതല്ലേ? അല്ലെങ്കിൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ സ്വാഭാവികമായിട്ടും മധ്യേഷ്യയിലുള്ള ഈ പറയുന്ന US-ന്റെ താവളങ്ങളെ ആക്രമിക്കുമെന്ന് അറിയാത്തവരാണോ? 8 മാസം മുമ്പ് ഇറാനെ ആക്രമിച്ചപ്പോൾ ഖത്തറിനെ ആക്രമിച്ചില്ലേ? ഇറാനെ ആക്രമിച്ചില്ലേ? കാരണം എന്താ? അവിടെ അമേരിക്കയുടെ താവളമുണ്ട്.
ഇറാനെ സംബന്ധിച്ചോളം സ്വയം രക്ഷിക്കേണ്ട ആവശ്യകത കൂടെയുണ്ട്. കാരണം ചുറ്റും നിൽക്കുന്ന ഈ അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇല്ലാതെയായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. രാജ്യത്തിന് സ്വയരക്ഷയുണ്ട്. ആ സ്വയരക്ഷയ്ക്ക് അവർ ആക്രമിക്കുന്നു. ഈ ആക്രമണം മുൻകൂട്ടി കാണാൻ ഇന്ത്യയുടെ ഈ പറയുന്ന ബധിരം അല്ലെങ്കിൽ അന്ധമായ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള ഓണസ്റ്റ് അഡ്മിഷനാണ് യുവരാജ് നടത്തുന്നത്. ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ടെൻഷൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ, ഈ ലോകത്തെ ബാധിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള നിലപാടെടുത്ത് ആ തർക്കത്തിനിടപെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട ഒരു രാജ്യം ചെയ്യേണ്ടത്. അതാണ് ഇന്ത്യ ചെയ്തിരുന്നത്, ഇല്ലേ? മൻമോഹൻ സിംഗ് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ഈ ഇറാഖിലേക്ക് നടന്ന അധിനിവേശത്തെ വിമർശിച്ചില്ലേ? അമേരിക്കയുടെ മണ്ണിൽ വെച്ച് അത് തെറ്റാണ് എന്ന് പറഞ്ഞില്ലേ? ആ ധൈര്യം നരേന്ദ്രമോദിക്കുണ്ടോ? ഉണ്ടാവില്ല. കാരണം അറിയോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഞാൻ വാതുറന്നാൽ രാജ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ട് മിണ്ടാൻ പാങ്ങില്ലാത്ത ഭീരുവാണ് നരേന്ദ്രമോദി, അല്ലേ? അതല്ലേ പറഞ്ഞത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഞാൻ വാതുറന്നാൽ അയാളുടെ രാഷ്ട്രീയ ഭാവി നശിച്ചു പോകും എന്നല്ലേ പറഞ്ഞത്? എപ്സ്റ്റീൻ ഫയലിനകത്തുള്ള നരേന്ദ്രമോദി ഇസ്രായേലിന് കളിച്ച ഡാൻസ് ഇന്ന് ലോകത്ത് ഇറാന്റെയും ഇസ്രായേലിന്റെയും US-ന്റെയും കൂടി ഇന്ന് നരേന്ദ്രമോദി ഡാൻസ് കളിക്കുകയാണ്. അതിൽ കൊല്ലപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ലോകം മുഴുവനാണ്, ഈ രാജ്യമാണ്. നമ്മളുടെ വിലക്കയറ്റം, നമ്മളുടെ ഇന്ധനം, നമ്മുടെ കുക്കിംഗ് ഗ്യാസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാം നമ്മൾ തകർക്കാൻ പോവാണ്. അതുകൂടാതെ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരുടെ സുരക്ഷയും കൂടി തുലാസിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഡാൻസ് കളിക്കുന്നത് എപ്സ്റ്റീന്റെ നിർദ്ദേശപ്രകാരം. അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഇവർക്ക് ഇതുവരെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് BJPക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പല സ്ഥലത്തും മാഡിസൺ സ്ക്വയറിലും ടൈംസ് സ്ക്വയറിലും കാശ് കൊടുത്ത് ഇവന്റ് നടത്തി അവിടെ വെച്ച് മോദി 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 എന്ന് വിളിച്ചാൽ രാജ്യത്തിന് എന്തോ വലിയ അഭിമാനമായി, ഈ മോദി വലിയ കരുത്തനായി വിശ്വഗുരുവായി ഇത് ചിന്തിക്കുന്ന മഠയന്മാരാണിവർ. പക്ഷെ അവിടെ വെച്ച് ഇത് നടത്തിയതിനു ശേഷം ട്രംപിന് ആവശ്യമുള്ള മുഴുവൻ കാര്യവും ചെയ്തു. 40 or 50 പ്രാവശ്യം ഇന്ത്യയുടെ ഇതിനെ സംബന്ധിച്ച് പരമാധികാരത്തെക്കുറിച്ച് ഖമേനി പറഞ്ഞു എന്നാണ്. പരമാധികാരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയുടെ പരമാധികാരത്തെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ 40 or 50 പ്രാവശ്യം പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് ഉൾപ്പെടെ തകർക്കപ്പെട്ടു. ഞാനാണ് അത് രമ്യതയിലൂടെ പരിഹരിച്ചത്, ഞാനാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് നോബേൽ തരണമെന്ന് പറയുന്ന ട്രംപ് ഇന്ത്യയുടെ പരമാധികാരത്തിലല്ല കേട്ടോ പറഞ്ഞത്. അല്ല, ഇന്ത്യയുടെ പരമാധികാരത്തെ കുറിച്ചല്ല പറഞ്ഞത്. യുവരാജെ, ഇരട്ടത്താപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇരട്ടത്താപ്പെന്നൊക്കെ പറയുന്നതിന് ഒരു പരിധി ഉണ്ടാവണം. ഈ ട്രംപ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട്. നരേന്ദ്രമോദി ആ താളത്തിനൊത്ത് തുള്ളുകയാണ്. അത് ഇന്ത്യക്കാരുടെ ഒട്ടേറെയുള്ള ഈ പറയുന്ന GCC ഉൾപ്പെടെയുള്ള അവിടെയുള്ള ഇന്ത്യക്കാരുടെ ജീവൻ വെച്ച് നരേന്ദ്രമോദി കളിക്കുകയാണ്. ആ ചോര അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചോരക്കരം നരേന്ദ്രമോദിയുടെയും കയ്യിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, വരാം. ഞാൻ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് UAE-യിൽ നിന്നുള്ള ഇന്നത്തെ വിവരം വരുന്നു. UAE-യിൽ 4ാം ദിനം നടന്ന ആക്രമണങ്ങളിൽ ആളപായമില്ല. 123 ഡ്രോണുകളാണ് ഇന്ന് UAE-യിലേക്ക് വന്നത്. 11 ബാലിസ്റ്റിക് മിസൈലുകളും അതിൽ ഒരു മിസൈൽ മാത്രമാണ് രാജ്യത്ത് UAE-യിൽ വീണിട്ടുള്ളത്. ബാക്കിയുള്ളവയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചതായി UAE അറിയിക്കുന്ന ഔദ്യോഗികമായ വിവരമാണ്. ശ്രീ AM ഷിനാസ്, GCC രാഷ്ട്രങ്ങൾ അതിൻ്റെ മറുവശത്തുണ്ട്. GCC രാഷ്ട്രങ്ങളിലെ എയർബേസോ മിലിറ്ററി ഇൻസ്റ്റലേഷൻസോ ഒന്നും ഇറാനെതിരെ ഉള്ള ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. പക്ഷേ ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ GCC രാഷ്ട്രങ്ങളെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലെ അമേരിക്കൻ പ്രോപ്പർട്ടികളെ മാത്രമല്ല സിവിലിയൻ പ്രോപ്പർട്ടികളെയും ലക്ഷ്യം വെച്ചു വിമാനത്താവളങ്ങൾ അടക്കം. സ്വാഭാവികമായിട്ടും GCC രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് മോഡലിൻ്റെ പ്രൊവൈഡർ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റെബിലിറ്റിയും അവിടുത്തെ പീസുമാണ്. ഇത് രണ്ടും അപ്സെറ്റ് ചെയ്യാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു 4 ദിവസമായി എന്നുള്ളത് തീർച്ചയായിട്ടും ആ രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഒരർത്ഥത്തിൽ ഉലയ്ക്കുന്നതോ ബാധിക്കുന്നതോ ആണ്. ഇങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്നുള്ളതിനപ്പുറത്ത് GCC രാഷ്ട്രങ്ങൾ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതിലൊരു അഭിപ്രായം പറയാൻ ഒരുപാട് പരിമിതികളില്ലേ? അതെ, തീർച്ചയായും. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിച്ചാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയെ നേരിട്ട് അമേരിക്കൻ വൻകരയെ ഇറാന് ആക്രമിക്കാനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലുടനീളം അമേരിക്കയുടെ 19 സൈനിക താവളങ്ങളുണ്ട്.
അതിൽ 9 വളരെ സജീവവും വലുതുമാണ്. അത് തീർച്ചയായും തങ്ങൾ ലക്ഷ്യവേദിയാക്കും എന്ന് ഇറാൻ ഈ യുദ്ധം അമേരിക്കയും ഇസ്രായേലും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമല്ല മറ്റ് സിവിലിയൻ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തി. അപ്പോൾ സൗദി അറേബ്യ, UAE ഒക്കെ ഇറാനോട് ഇന്നലെയും മിനിയാന്നുമൊക്കെ പറഞ്ഞത് വിവേകത്തോടെ പെരുമാറണം, യുദ്ധം ഞങ്ങളോടല്ല, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നത്. ഇത് വാസ്തവത്തിൽ അമേരിക്ക ആഗ്രഹിച്ച, ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. വ്യോമപാത പോലും, വ്യോമ മേഖല പോലും തുറന്നു കൊടുത്തില്ല. അത് എന്തുകൊണ്ടായിരുന്നു? തങ്ങളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പോലും ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന യുദ്ധത്തിൽ വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു ആക്രമണം ഖത്തറിലെ ഉദൈദ് അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് ഇറാൻ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എണ്ണ ശുദ്ധീകരണശാലകളിലേക്കും ചില ഹോട്ടലുകളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒക്കെയാണ് ആക്രമണം നീങ്ങുന്നത്. അത് ഗൾഫ് രാഷ്ട്രങ്ങൾ ചിലപ്പോൾ വ്യോമപാത പോലും തുറന്നു കൊടുത്തേക്കാം അമേരിക്കക്ക്. ആ രീതിയിലേക്ക് കാര്യങ്ങളുടെ അല്ല, അത് പക്ഷേ അത്ര എളുപ്പമാണോ? കാരണം അവിടെയുള്ള ജനതയുടെ താല്പര്യവും ജനതയുടെ വികാരവും കൂടി പരിഗണിക്കണ്ടേ? ഇപ്പൊ GCC രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് ഇറാനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ആ ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ആത്മഹത്യാപരമല്ലേ? അതെ, ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യുക എന്നത് ആ ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. പക്ഷേ ആ ഭരണകൂടങ്ങളെ നയിക്കുന്നവർ അറബ് ലോകത്തെ പൊതുജന വികാരമല്ല. അറബ് ലോകത്തെ പൊതുജന വികാരം പൊതുവെ കടുത്ത ഇസ്രായേൽ വിരുദ്ധതയാണ്. എന്നാൽ അറബ് ലോകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറബ് ലോകത്തിന് പലസ്തീൻ പ്രശ്നത്തോട് ഇസ്രായേലിനോട് ഉണ്ടായിരുന്ന പഴയ മനോഭാവമൊക്കെ മാറിയിട്ട് കുറേ കാലമായി. അതിൻ്റെ 1978 ഈജിപ്ത് ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കി. 82 അവർക്ക് സിനായ് ഉപദ്വീപ് തിരിച്ചു കിട്ടി. ഇസ്രായേൽ പിടിച്ചെടുത്തതായിരുന്നു 67 യുദ്ധത്തിൽ. ജോർദാൻ 94 കരാറുണ്ടാക്കി. 2000 എബ്രഹാം ഉടമ്പടി എന്ന പേരിൽ UAEയും ബഹ്റിനും മൊറോക്കോയും സുഡാനും ഈ ഇസ്രായേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ സക്രിയമായിട്ടുള്ള ഡിഫൻസ് കോപ്പറേഷൻ പോലും അതിലുണ്ട്. സൗദി അറേബ്യയും ആ ബന്ധം നോർമലൈസ് ചെയ്യാൻ ഇരിക്കെയാണ് ഹമാസ് ആക്രമണം നടന്നത്. അതുപോലെ I2U2 എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ക്വാഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. I2 എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇന്ത്യ, U2 എന്ന് പറഞ്ഞാൽ UAE അമേരിക്ക, അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അറബ് ലോകത്തിന് ഇസ്രായേലുമായിട്ട് അറബ് ലോകത്തിന് നമുക്കറിയാം ഇറാനോട് കാര്യമായിട്ടുള്ള മമതയൊന്നുമില്ല. തന്ത്രപരമായി അപ്പോൾ ഇറാനുമായിട്ടുള്ള ഒരു ശത്രുതയും സംഘർഷവും അവർ ആഗ്രഹിക്കുന്നില്ല എന്നത് നേരാണ്. പക്ഷേ കഴിഞ്ഞ 47 കൊല്ലമായി ഇറാൻ ഭരിച്ചു വരുന്ന ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടും അതിൻ്റെ നേതാക്കളോടും അതിൻ്റെ ഷിയ പ്രത്യയശാസ്ത്രത്തോടും ഈ അറബ് സുന്നി രാഷ്ട്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മമതയും അനുഭാവവുമില്ല. അപ്പോൾ ഇറാനിലെ ഭരണകൂടം കാര്യമായ പ്രത്യാഘാതങ്ങൾ തങ്ങൾക്കില്ലാതെ അങ്ങോട്ട് പോയാൽ, തകർന്നടിഞ്ഞാൽ ഇസ്രായേലിനെ പോലെ തന്നെ സന്തോഷിക്കുന്ന രാജ്യങ്ങളാണ് ഈ അറബ് ഭരണകൂടങ്ങളും. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞുള്ള സെനാരിയോ എന്തായിരിക്കും? ഈ 2 മാസത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. 2 മാസം കഴിഞ്ഞുള്ള സെനാരിയോ എന്ന് പറയുന്നത് ഈ ഇറാൻ തീർത്തും ദുർബലപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, ഇസ്രായേലിന്റെ മുഖ്യ എതിരാളിയായിരുന്ന ഈജിപ്റ്റ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ 78 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, അതിനുശേഷം ജോർദാൻ, വാഡി അറബ അക്കൗണ്ട്, അതിനുശേഷം നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാത്തിട്ടുള്ള GCC രാഷ്ട്രങ്ങളും മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള അബ്രഹാം അക്കൗണ്ട്, സൗദി അബ്രഹാം അക്കൗണ്ടിലേക്ക് വന്നേനെ. ഇപ്പോൾ ഈ സെനാരിയോ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഹമാസിനെയും ഹിസ്ബുള്ളയെയും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം കൊന്നു കഴിഞ്ഞു. ഹസൻ നസ്രള്ളയെ കൊന്നു കഴിഞ്ഞു, ഇസ്മായിൽ ഹാനിയെ കൊന്നു കഴിഞ്ഞു, യഹ്യ സിൻവറിനെ കൊന്നു കഴിഞ്ഞു. ഏറെക്കുറെ ആ 2 ഗ്രൂപ്പുകളെയും ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇറാൻ കൂടി തീർന്നാൽ, ഈ യുദ്ധത്തിൽ തീർന്നാൽ
ഇസ്രായേലിനെ സംബന്ധിച്ച് യാതൊരു വെല്ലുവിളികളുമില്ലാത്ത ഈ വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേലിന്റെ ഒരു അധീശത്വമുള്ള കാലം ഒരു 2-3 മാസത്തിനുള്ളിൽ വരാൻ പോവുകയാണോ? അത് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം വാസ്തവത്തിൽ ഇറാനെ ആണവ നിരായുധീകരിക്കുക മാത്രമല്ല, ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ, മിസൈൽ ശേഖരം അപ്പാടെ നശിപ്പിക്കുക, അതിൻ്റെ ശേഷി തീർത്തും നിർവീര്യമാക്കുക. ഈ സായുധ സംഘങ്ങൾ, ഇറാൻ പരിപോഷിപ്പിച്ച സായുധ സംഘങ്ങൾ ഇപ്പോൾ വളരെ ദുർബലമാണ്. ഹെസ്ബുള്ളയാവട്ടെ, ഹൂത്തികളാവട്ടെ, ഹമാസ് ആവട്ടെ, ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകളാവട്ടെ, പഴയ ശക്തിയൊന്നും അവർക്കില്ല. അതുകൊണ്ടാണ് 2001 മുതൽ ഈ കാലം വരെ ഇറാനെ 2025 വരെ ഇറാനെ ഇസ്രായേലോ അമേരിക്കയോ ആക്രമിക്കാതിരുന്നത്. ഇറാൻ്റെ ഒരു ഏറ്റവും വലിയ ഡിഫൻസ് മെക്കാനിസം ഈ പ്രോക്സി സായുധ ശക്തികളായിരുന്നു. അവർ ഇപ്പോൾ തീർത്തും പരീക്ഷണമായിരിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം, അമേരിക്കയുടെ ലക്ഷ്യം, അമേരിക്കക്ക് ഇത് നേരിട്ട് അല്ല, അമേരിക്കയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രൈമസി, അമേരിക്കൻ അധീശത്വം, ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അല്പം ദുർബലപ്പെട്ട അമേരിക്കൻ അധീശത്വത്തെ വീണ്ടും അരക്കിട്ടുറപ്പിക്കുക. അതേപോലെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് ഏക ഭീഷണിയായി നിലനിൽക്കുന്ന രാജ്യം ഇറാനാണ്. അപ്പോൾ ഇറാനും കൂടി ഈ രീതിയിൽ സൈനികമായും രാഷ്ട്രീയമായും വന്ധ്യംകരിക്കപ്പെട്ടാൽ, പരിപൂർണമായി നിരായുധീകരിക്കപ്പെട്ടാൽ, നിർവീര്യമാക്കപ്പെട്ടാൽ, ഈ പശ്ചിമേഷ്യ, വെസ്റ്റ് ഏഷ്യ എന്ന പ്രദേശത്ത് ഇസ്രായേലിൻ്റെ ഒരു ഏകധ്രുവ അധീശത്വം വരും. അതാണ് അമേരിക്കക്ക് വേണ്ടത്. ഇസ്രായേലിനെ പറ്റി ഒരു രസകരമായ കാര്യമുണ്ട്. റൊണാൾഡ് റീഗൻ്റെ ആദ്യ വർഷങ്ങളിൽ നാറ്റോയുടെ യൂറോപ്പിലെ സുപ്രീം കമാൻഡറായിരുന്ന അലക്സാണ്ടർ ഹെയ്ക്ക്, അദ്ദേഹം ഇസ്രായേലിനെ പറ്റി പറഞ്ഞ ഒരു വാചകം ഇതാണ്: ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പേർഷ്യൻ ഗൾഫിൽ മുക്കാനാവാത്ത വിമാനവാഹിനി കപ്പലാണ് എന്നാണ്. അത്രയും ശീതയുദ്ധകാലത്ത് അത്രയും തന്ത്രപരമായ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇസ്രായേലിന്. ശീതയുദ്ധാനന്തരവും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ മുക്കാനാവാത്ത വിമാനവാഹിനി കപ്പലായാണ് US ഭരണകൂടം ഇസ്രായേലിനെ കാണുന്നത്. അപ്പോൾ ഇസ്രായേലിന് ഇപ്പോഴും ഇനി ഭാവിയിലും ഭീഷണി ഉയർത്തിയേക്കാവുന്ന ഈ പശ്ചിമേഷ്യയിലെ ഏക രാജ്യം ഇറാനാണ്. അപ്പോൾ ഇറാനെ പരമാവധി ദുർബലപ്പെടുത്തി, ഇനി ഭരണമാറ്റം ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അമേരിക്ക ആഗ്രഹിക്കുന്നത് വെനസ്വേലയിൽ ഭരണമാറ്റം ഉണ്ടായില്ല. അതേസമയം ഡെൽസി റോഡ്രിക്സ് എന്ന നിക്കോളാസ് മഡൂറോയുടെ ഡെപ്യൂട്ടി ആയിട്ടുള്ള ഇടക്കാല പ്രധാനമന്ത്രി, അവര് ട്രംപ് പറയുന്നതെല്ലാം അപ്പടി ചെയ്തു കൊടുക്കുകയാണ്. അർത്ഥത്തിൽ ഒരു പാവ സർക്കാരിനെ നിയോഗിക്കുകയോ അതല്ല എങ്കിൽ ഇസ്രായേലിനെതിരെ ഇനി ഇറാൻ തലപൊക്കില്ല എന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ശ്യാംരാജ്, അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിൽ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സോണിയാഗാന്ധി എഴുതിയ ലേഖനത്തെ താങ്കൾ ഉദ്ധരിച്ചല്ലോ. ആ ലേഖനത്തിൽ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. UN ചാർട്ടറിന്റെ വയലേഷൻ നടന്നിട്ടുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച്, ഒരു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിച്ച്, ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നത തലവനെ വധിക്കുക എന്ന കാര്യം അമേരിക്കയും ഇസ്രായേലും ചെയ്തപ്പോൾ ഇന്ത്യ ആ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് ക്ലിയർ ആക്കണ്ടേ? ആ വിഷയത്തിൽ എന്താണ് ഇന്ത്യയുടെ അഭിപ്രായം? ഇത് ഓക്കെ ആണോ അല്ലയോ എന്ന് പറയേണ്ടേ എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി സോണിയാഗാന്ധി പറയുന്നുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുകയായിരുന്നു. നരേന്ദ്രമോദി അവിടെ നിന്ന് പോയി 48 മണിക്കൂറിനകമാണ് ഇങ്ങനൊരു ആക്രമണം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്ന്, ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത്. ഏറെക്കുറെ ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയുമാണ്. അത്രയും സുപ്രധാനമായ ഒരു ആക്രമണം ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി അടുത്ത ദിവസം തന്നെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്തുണ നൽകുകയാണോ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ? ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? അഭിലാഷ്, ഞാനത് കഴിഞ്ഞ എൻ്റെ ടേണിൽ പറയണമെന്ന് വിചാരിച്ചൊരു ഉത്തരം. അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ചേർന്നിട്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് തൊട്ടടുത്ത തലേ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നു. ഒന്ന് ആലോചിക്കട്ടെ, ഇതിനകത്തിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ബന്ധം ഉണ്ടെന്ന് തന്നെ വെച്ചു. അതിപ്പോൾ ലോകത്തെ മൊത്തം കാണിച്ചുകൊണ്ടാണ് ചെയ്യുക.
ഇതൊക്കെ എത്ര ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണം ആലോചിക്കും. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള പരമോന്നത ബഹുമതികൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധവുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹം 10 തവണ US പോയിട്ടുണ്ട്, റഷ്യയിലും UAE 7 തവണ പോയിട്ടുണ്ട്, ഫ്രാൻസിലും ജപ്പാനിലും 18 തവണ പോയിട്ടുണ്ട്. അങ്ങനെ വിദേശ രാജ്യങ്ങളുമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കുന്ന പ്രധാനമന്ത്രി പോയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഇമാതിരി വിവരക്കേട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് അന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സാമാന്യ ലോജിക്കില്ലാത്ത ഈ നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ചൊക്കെ യാതൊരു ബോധവുമില്ലാത്ത അന്താരാഷ്ട്ര യുദ്ധങ്ങളെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സാമാന്യ ബുദ്ധിയുണ്ട്, ലോജിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ കഴിഞ്ഞ സമയത്ത് ശ്രീ രാജു പി നായർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്തൊക്കെയോ വലിയ പ്രസംഗം നടത്തുകയായിരുന്നു വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ട്. 1-2 കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുക കൂടി ചെയ്യാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെയാണ് BJPക്ക് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ചീനി ഇന്ത്യ പായ് പായ് എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ അടുത്ത് പോയിട്ടാണ് 62-ലെ യുദ്ധത്തിൽ കേരളത്തിന്റെ അത്രയും വലുപ്പമുള്ള അക്സൈറ്റിന് നമുക്ക് നഷ്ടപ്പെട്ട് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ്. ഇവരുടെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള ജവഹർലാൽ നെഹ്റു ഭരിച്ചപ്പോഴാണ്. വലിയ അന്താരാഷ്ട്ര നേതാവൊക്കെ ആയിരുന്നു, അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന. പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ഫോർമേഷന്റെ സമയത്ത് 90,000-ഓളം വരുന്ന സൈനികർ, പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ മൊത്തം വിട്ടുകൊടുത്തു. അതൊന്നും പോരാഞ്ഞിട്ട് അന്ന് കൊണ്ടുവന്ന് അന്ന് ഫോം ചെയ്ത ബംഗ്ലാദേശിനെ കൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാതായി. ഇതാണ് ഇവരുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ചിന്തകളും ബന്ധങ്ങളും എന്നൊക്കെ പറയുന്നത്. ചുമ്മാ വന്നിരുന്നിട്ട് ഓരോ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്തത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ടെൻഷൻ, അതായത് ഇപ്പോൾ ആ മേഖലയിൽ ഇറാൻ അല്ലെങ്കിൽ ആ ഗൾഫ് മേഖലകളിൽ നിലനിൽക്കുന്ന ടെൻഷൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇടപെടണം. ആ ഇന്ത്യ ഇടപെടൽ എന്ന് പറയുന്നത് ഇറാനെ പിന്തുണച്ചുകൊണ്ടാണെന്നാണ്. എന്തൊരു മണ്ടൻ വാദമാണെന്ന് ആലോചിച്ച് നോക്കി. ഒന്ന്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജനവാസ കേന്ദ്രങ്ങളും അവരുടെ ഹോട്ടലുകളും അവരുടെ എയർപോർട്ടുകൾ, ഇന്റർനാഷണൽ എയർപോർട്ടുകൾ അടക്കമുള്ളവ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ. ആ ഇറാനെ പിന്തുണയ്ക്കുന്നതാണ്, ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അവിടുത്തെ ഇന്ത്യൻ ജനതയെ പിന്തുണയ്ക്കുന്നതാണ് രാജു പി നായർ പറയുന്നത്. ഇതെന്തൊരു മണ്ടൻ ലോജിക്കാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഇവർ പറയുന്നതിന്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് ചർച്ച ചെയ്തിട്ട് വെറുതെ പറയാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? അതിന്റെ ഒരു യുക്തിസഹമായിട്ട് നിങ്ങൾ പറയണ്ടേ. ഒന്ന്, നിലവിലെ ഒരു അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിപ്ലോമാറ്റുകളുമായിട്ടും ഈ വിഷയത്തിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളും ഈ പറയുന്ന ഇറാനും തമ്മിൽ വലിയ ഒരു സംഘർഷത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞില്ല, സംഘർഷത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത്, അതായത് ഗൾഫ് രാജ്യങ്ങൾ സംഘർഷത്തിലേക്ക് ഇറാനുമായിട്ട് നീങ്ങുമ്പോൾ ആ ഇറാന് പിന്തുണ കൊടുക്കണമെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊരു ലോജിക്ക്. അത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ, അത് കൂടുതൽ എനിക്ക് പറയാൻ വേണ്ടിയില്ല. പിന്നെ അടുത്തൊരു പോലുള്ള പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എപ്സ്റ്റീൻ ഫയൽസിൽ ആകെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അനിൽ അംബാനി അവിടെ പോയി അനിൽ അംബാനി അയച്ചിട്ടുള്ള മെയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയെങ്കിലും ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്നേ. ഈ ജോർജ് സോറോസ് എഴുതി കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന വോട്ട് ചോരി ആരോപണങ്ങൾ അടക്കമുള്ളവ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചെന്ന് പറഞ്ഞാലോ. അപ്പൊ അങ്ങനെ വെറുതെ അങ്ങോട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? ശ്രീ നരേന്ദ്രമോദി എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുക പോലും ചെയ്തിട്ടില്ല. അവിടെ അനിൽ അംബാനി മെയിൽ അയച്ചു എന്നുള്ളത് മാത്രമാണ്. അനിൽ അംബാനി നരേന്ദ്രമോദിജിയുടെ പേര് വെച്ചിട്ട് മെയിൽ അയച്ചു എന്നുള്ളത് മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ പറയണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തൊക്കെ പറയണം, സോണിയാഗാന്ധിയെ കുറിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റലി അവരുടെ ബന്ധവും അതോടൊപ്പം തന്നെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞ എന്റെ രാജു പി നായർ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള രേഖകളായിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഈ ഒറ്റയ്ക്ക് ലാസ്റ്റ് പോയിന്റ്, അതായത് പിന്നെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയത് ഞാൻ വീണ്ടും പറയുന്നു, അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള എല്ലാ യാത്രകളുടെയും ഫലമായിട്ട് അദ്ദേഹം പോയിട്ടുള്ളതാണ്. ഒന്ന്, കാർഗിൽ യുദ്ധ സമയത്ത്, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. കാർഗിൽ യുദ്ധ സമയത്ത് നമ്മളെ പൊഖ്രാനിലെ അണുവായുധമൊക്കെ പരീക്ഷിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ലോകരാജ്യങ്ങൾ മൊത്തം ഇന്ത്യക്കെതിരെ നിന്നപ്പോൾ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയുമായിട്ട് വന്നിട്ടുള്ളതാണ് ആര്? ഇസ്രായേൽ. ഈ ഗാൽവാനിലെ വിഷയം ഉൾപ്പെടെ ഉണ്ടായ സമയത്ത് ഇസ്രായേൽ പിന്തുണയായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഇന്ത്യ എടുത്ത നിലപാട് എന്താണ്? ഇന്ത്യ എടുത്ത നിലപാട് മേഖലയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പറയുന്ന ഇല്ലോജിക്കലായിട്ടുള്ള യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയലും അംഗീകരിക്കലുമല്ല പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ സർക്കാരിന്റെയും പണി എന്നവർ നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ. ശരി, ശ്രീ രാജു പി നായർ, ഒന്ന്, എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിൽ റോങ് ഡൂയിങ്സ് നടത്തി, അതല്ലെങ്കിൽ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൽ ഒരുപാട് ആരോപണങ്ങൾ പല ആളുകൾക്കെതിരെ ഉണ്ടല്ലോ, സമാനമായ നിലയ്ക്കുള്ള ഒരു ആരോപണം പ്രധാനമന്ത്രിയെക്കുറിച്ച് അഭ്യൂഹമായി പോലും ഇല്ല എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ ആ സമയത്തെ ആഗോള ബലതന്ത്രം അനുസരിച്ചാണല്ലോ ഓരോ സമീപനവും എടുക്കുക. ഇപ്പോൾ ശീതയുദ്ധകാലത്ത് ഇന്ത്യ സോവിയറ്റ് യൂണിയന്
അനുഗുണമായ സമീപനം പല ഘട്ടങ്ങളിൽ പല രീതിയിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് റെജീമിനോട് എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടല്ലോ. ലോക ബലതന്ത്രത്തിൽ അത് അപ്പോൾ ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ ആയതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് പല നിലയിൽ സഹായകരമാവുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായി യുദ്ധം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ സഹായിച്ചത് തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകളാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത്യന്താധുനികമായ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ, ഡിഫൻസ് ഒക്കെ വേണമെങ്കിൽ ഫ്രാൻസ്, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കണം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യ ഈ കാര്യത്തിൽ നടക്കട്ടെ, സമാധാനം വേണം, ഡയലോഗിലൂടെ ഈ പ്രശ്നം പരിഹരിക്കും, ഞങ്ങൾ ആരുടെയും ഭാഗത്തല്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണോ? അല്ല, ഞങ്ങൾ ആരുടെയും ഭാഗത്തല്ല എന്ന് കുറ്റം പറയുകയല്ല ചെയ്തത്. മറിച്ച് ഇറാന്റെ ആക്രമണത്തെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തെ അപലപിക്കുകയും ഇറാന്റെ പരമോന്നത നേതാവിനെ ഒരു സമാധാന ചർച്ച നടക്കുന്ന സമയത്ത് യുദ്ധകാലത്തല്ലാതെ അധിനിവേശം നടത്തി കൊല്ലുകയും ചെയ്തതിൽ മിണ്ടാതിരിക്കുന്നതിനെ എങ്ങനെയാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്? അതാണ് സോണിയാഗാന്ധി എന്ന് ചോദിച്ചത്, ഇല്ലേ? പിന്നെ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറയുന്നത് ഞാൻ ഇറാന്റെ കൂടെ നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇറാന്റെ കൂടെ നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതുകൊണ്ട് ഒരു പരിധിവരെ കോൺഗ്രസ് ഇതുണ്ട്. പക്ഷെ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇദ്ദേഹം പറയുന്നു വലിയ സുവർണ ചകോരവും പിന്നെ മറ്റേ ഇതെല്ലാം കിട്ടിയ വലിയ അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്തിൻ്റെ ഒരു നേതാവിന് അത്ര വലിയ അംഗീകാരം ഈ ലോകരാഷ്ട്രത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അംഗീകാരം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്? ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചവരാണ് ജവഹർലാൽ നെഹ്റു, അത് ഉപയോഗിച്ചവരാണ് ഇന്ദിരാഗാന്ധി, അത് ഉപയോഗിച്ചവരാണ് രാജീവ് ഗാന്ധി പോലെയുള്ളവർ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ താല്പര്യം എന്താണെന്നാണ്. ഇസ്രായേൽ നമുക്ക് ആയുധം തന്നുകൊണ്ട് ഇസ്രായേൽ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് എതിരെ നടത്തുന്ന ആക്രമണത്തെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ വിദേശ നയവും നമ്മുടെ ചരിത്രവും എല്ലാം നീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു രാജ്യം നമുക്ക് ആയുധം നൽകുന്നുണ്ട് എന്ന് വെച്ചാൽ അത് മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉള്ള കരാറാണ്. അതിനപ്പുറം ആ രാജ്യം കടിക്കുന്ന എല്ലാ തെമ്മാടിത്തത്രയും മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ കീഴടങ്ങൽ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ അക്സായ് ചിന്നിനെ കുറിച്ചൊക്കെ പോയതൊക്കെ പറഞ്ഞു. അക്സായ് ചിന്നൊക്കെ നമ്മൾ അവിടെ നിന്ന് യുദ്ധം ചെയ്ത് പോയതാണ്, ഇല്ലേ? ജനറൽ നർവാണെ എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് ഈ ചൈന അകത്ത് കയറി വന്ന് മീറ്ററുകൾക്കപ്പുറം ടാങ്കറുകൾ നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചിട്ട് 2.5 മണിക്കൂർ ഉരിയാടാൻ പറ്റാതെ പേടിച്ചു പോയ നരേന്ദ്രമോദിയാണോ നിങ്ങൾ ജവഹർലാൽ നെഹ്റുവായിട്ട് കമ്പയർ ചെയ്യുന്നത്? ആണോ? ഉരിയാടാൻ പറ്റിയില്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഗാൽവനിൽ 20 സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ മണ്ണിൽ വെച്ചാണോ ചൈനയുടെ മണ്ണിൽ വെച്ചാണോ? ഞാൻ അത് പറഞ്ഞില്ല. അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല, അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഗാൽവനിൽ 20 സൈനികർ ഇന്ത്യയുടെ കൊല്ലപ്പെട്ടു ചൈനീസ് PLAയുടെ കൈകളാൽ. ഇന്ത്യയുടെ മണ്ണിൽ വെച്ചാണോ ചൈനയുടെ മണ്ണിൽ വെച്ചാണോ അവർ കൊല്ലപ്പെട്ടത്? ഈ ഇത്രയും 5 വർഷമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചൈന ഇന്ത്യക്കകത്തേക്ക് കടന്നിട്ടില്ല എന്ന് കള്ളം പറയുകയാണ് നരേന്ദ്രമോദി. എന്നിട്ട് രാജ്യ താല്പര്യത്തെ ഹനിച്ചു. കാരണം എന്താ? ചൈന ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കടന്നിട്ടില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നെ എന്ത് കേസാ നിങ്ങൾക്കുള്ളത്? അപ്പോഴാണ് ഞാൻ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുന്നത്. 20 സൈനികരെ കൊന്നത് ഇന്ത്യയുടെ മണ്ണിൽ വെച്ചാണോ ചൈനയുടെ മണ്ണിൽ വെച്ചാണോ? രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതിയിൽ നിന്ന് അടിച്ചോടിച്ച് എന്തിനാണ്? ഈ രാജ്യത്തിന്റെ മണ്ണ് ചൈന ഏറ്റെടുത്തു എന്ന് യുദ്ധം ചെയ്ത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ ഈ നാട്ടുകാരനോട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചത് എന്തിനായിരുന്നു? ഇതേ കള്ളം രാഹുൽ ഗാന്ധി സത്യമുള്ള പുസ്തകം നിങ്ങൾ എന്തിനാ പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുക്കുന്നത്? ഇന്ത്യയുടെ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ നർവാണെ, ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ നർവാണെ എഴുതിയ പുസ്തകത്തിന് നിങ്ങൾ എന്തുകൊണ്ട് അനുമതി കൊടുത്തില്ല? സത്യം പുറത്തു വരുന്നുണ്ടല്ലേ? നിങ്ങൾ ഇന്ത്യയുടെ നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല ഇന്ത്യ ചൈന സംഘർഷങ്ങളുടെ പശ്ചാത്തലം. അത് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്ത് 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കത് അങ്ങനെ അവസാനിപ്പിക്കാം. ആശ്വാസകരമായ ചില വാർത്തകൾ വരുന്നത് മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ നാളെ മുതൽ സാധാരണ നിലയിലായിരിക്കും. കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, മംഗലാപുരം സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ തുടങ്ങുന്നു. കൊച്ചി, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസ് ഉണ്ടാകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. ആശ്വാസകരമായ വാർത്ത. അപ്പം അജ്മാനിൽ സ്കൂളുകളുടെ ഓൺലൈൻ പഠനം മാർച്ച് 6 വരെ, ഇപ്പോൾ ഓൺലൈനാണ്, അത് മാർച്ച് 6 വരെ നീട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീ ഡേവിസ്, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് വിജയത്തിലേക്കുള്ള യാത്രയാണ്. കഴിഞ്ഞൊരു 3 വർഷം എടുത്താൽ പേർഷ്യൻ ഒക്ടോപ്പസിൻ്റെ കൈകളെല്ലാം ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഹൂത്തി, ഹമാസ്, മറ്റ് ഷിയ മിലീഷ്യകൾ, ഹിസ്ബുള്ള
തുടങ്ങിയ എല്ലാ ശക്തികളെയും വലിയ തോതിൽ ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒക്ടോപ്പസിൻ്റെ തലയായിട്ടുള്ള ഇറാൻ അതിൻ്റെ റവല്യൂഷണറി ഗാർഡ്സ്, ഖുദ്സ് അടക്കമുള്ള സംവിധാനങ്ങളെ ഏതാണ്ട് വലിയ തോതിൽ പരിക്കേൽപ്പിക്കുകയാണ്. പരമോന്നത നേതാവിനെ വധിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദുർബലമായിട്ടുള്ള ഇറാൻ എന്ന് പറയുന്നത് ഭീഷണികൾ കുറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. അതിലേക്ക് അവർ അടുക്കുകയാണോ അതോ വാലിൽ കുത്തി പൊങ്ങാനുള്ള ശക്തി ഇറാനും ഇറാൻ്റെ പ്രോക്സികൾക്കും ഉണ്ട് എന്ന് കരുതണോ? നിലവിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹെസ്ബുള്ളയും ഹൂത്തികളും വളരെയധികം ക്ഷീണിതരാണ് ഈ ഒരു സംഘർഷത്തിനിടയിൽ തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെബനനിൽ ഇസ്രായേൽ അവരുടെ ലാൻഡ് വാർഫെയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ: 1, ഇറാന്റെ മിസൈൽ കേപ്പബിലിറ്റി തകർക്കുക; 2, നേവൽ ഷിപ്സിനെ തകർക്കുക; 3, ന്യൂക്ലിയർ പ്രോഗ്രാം തകർക്കുക; 4-മതാണ് റെജീം ചേഞ്ച്. ഇവിടെയാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും വളരെയധികം സംശയത്തിലിരിക്കുന്നത്. ബിക്കോസ് നമുക്കറിയാവുന്നതുപോലെ ഇറാന്റെ ഭരണകൂട സ്ട്രക്ചർ വളരെയധികം റോബസ്റ്റ് ആണ്. അപ്പോൾ ഈ റെജീം ചേഞ്ച് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോ ട്രംപും നെതന്യാഹുവും നിലവിലിരിക്കുന്നത്. പക്ഷെ അത് ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുമോ അതോ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പോ ഇനിയുള്ള ദിവസങ്ങൾ സങ്കീർണമാവാനാണ് പോകുന്നത്. പക്ഷെ അതൊരു പക്ഷേ ലാൻഡ് വാർഫെയറിലേക്ക് കടന്നാൽ ഈ സംഘർഷം കൂടാനാണ് സാധ്യത. ശരി, നമുക്ക് എന്തായാലും കാത്തിരിക്കാം. സമാധാനം ഉണ്ടാവട്ടെ, സമാധാനം പുലരട്ടെ. ലക്ഷക്കണക്കിന് മലയാളികൾ, കോടിക്കണക്കിന് ഇന്ത്യക്കാർ വെസ്റ്റ് ഏഷ്യയിലുണ്ട്. നമുക്ക് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സമാധാനം വരട്ടെ എന്ന് ആശിക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.